എന്തെങ്കിലും തരത്തിലുള്ള അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉപഭോക്താവിൻ്റെ അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് ഇമീഡിയറ്റ്ലി ബാങ്കിങ് അതോറിറ്റീസിൻ്റെ കൺസേൺഡ് ബാങ്ക് ഏതാണോ അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ഏതാണോ അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട നടപടി എന്ന് പറയുന്നത്. ആദ്യത്തെ പ്രധാനപ്പെട്ട സാഹചര്യം എന്ന് പറയുന്നത് കസ്റ്റമറിന് യാതൊരു ബാധ്യതയും ഉണ്ടാകാൻ ഇടയില്ലാത്തൊരു സാഹചര്യമാണ്. അതായത് ബാങ്കിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള പിഴവ് മൂലമോ അതല്ല എന്തെങ്കിലും തരത്തിലുള്ള തേർഡ് പാർട്ടി ബ്രീച്ചിൻ്റെ ഭാഗമായിട്ടുള്ള ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻ നടക്കുകയും അത് കസ്റ്റമർ 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ആ കമ്മ്യൂണിക്കേഷൻ കിട്ടി, ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻ്റെ കമ്മ്യൂണിക്കേഷൻ ബാങ്കിൽ നിന്ന് കിട്ടി 3 ദിവസത്തിനുള്ളിൽ ബാങ്കിൽ റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായിക്കഴിഞ്ഞാൽ കസ്റ്റമർ അല്ലെങ്കിൽ ഉപഭോക്താവിന് യാതൊരു സാമ്പത്തിക ബാധ്യതയും ഉണ്ടാവുകയില്ല. രണ്ടാമത്തെ സെനാരിയോ അല്ലെങ്കിൽ സാഹചര്യം എന്ന് പറയുന്നത് കസ്റ്റമർ അല്ലെങ്കിൽ ഉപഭോക്താവ് തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നെഗ്ലിജൻസ് അല്ലെങ്കിൽ വീഴ്ചയുടെ ഭാഗമായി സെൻസിറ്റീവായിട്ടുള്ള ബാങ്കിങ് ഇൻഫർമേഷൻ, അതിപ്പോൾ OTP ആവാം, പിന്നാവാം, മറ്റേതെങ്കിലും തരത്തിലുള്ള സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഒരു ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻ്റെ ഭാഗമായി മറ്റുള്ളവർക്ക് കൈമാറുകയാണെങ്കിൽ അതിൻ്റെ സാമ്പത്തിക ബാധ്യത കസ്റ്റമർക്ക് തന്നെയായിരിക്കും. എന്നാൽ ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസ് നടന്ന് അത് കസ്റ്റമർ ബാങ്കിലേക്ക് റിപ്പോർട്ട് ചെയ്തു എന്നിരിക്കട്ടെ, അതിനുശേഷം നടക്കുന്ന ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസ് സാമ്പത്തിക ബാധ്യത കസ്റ്റമർക്ക് ഉണ്ടായിരിക്കുന്നതല്ല.